ഇങ്ങനെ പോയാൽ കേരളം വെന്റിലേറ്ററിലാകുമോ എന്ന ആ പഴയ പ്രയോഗം വീണ്ടും പറയിപ്പിക്കുമോ ആരോഗ്യവകുപ്പ്? അക്കമിട്ട് തന്നെ ഞങ്ങൾ പറയാം. 1. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർ ക്ഷാമം തുടരുന്നു. 2. പകർച്ചവ്യാധി വ്യാപനത്തിനിടെ നിയമനം വൈകുന്നു. 3. PSC അഡ്വൈസ് നിയമനം ഇല്ല. 4. 395 ഡോക്ടർമാർക്ക് PSC ശുപാർശ. 5. അതും അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകൾ. ഇതിൽ കൂടുതൽ വേണോ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് നേരെ ശക്തമായ വിമർശനം ഉയരാൻ? ഇനി വിശദമായി പറയാം. പകർച്ചവ്യാധി വ്യാപനത്തിനിടെ ആശുപത്രികൾ പ്രതിസന്ധിയിലാണ്. ആരോഗ്യവകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർ ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ 395 ഡോക്ടർമാരുടെ നിയമനത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഗുരുതര അനാസ്ഥ പുറത്തുവന്നു. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വൈസ് നൽകിയിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ് കാലതാമസം വരുത്തുകയാണെന്ന ആരോപണം ശക്തമാകുന്നു. 395 ഡോക്ടർമാരുടെ നിയമനത്തിനായി PSC ആരോഗ്യ സേവന ഡയറക്ടർക്ക് അഡ്വൈസ് നൽകിയതിന്റെ രേഖകൾ മംഗളം TVക്ക് ലഭിച്ചു. നിയമനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറി തുടർ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നിയമന ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിരവധി സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തപ്പെടാതെ തുടരുകയാണ്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ചികിത്സാ സേവനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് PSC ശുപാർശ ചെയ്ത 395 ഡോക്ടർമാരുടെ നിയമനം പോലും മുന്നോട്ടു പോകാത്തത്. ഡോക്ടർ ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും PSC അഡ്വൈസ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ നിയമന ഉത്തരവ് നൽകണമെന്നും ഉദ്യോഗാർത്ഥി സംഘടനകളും വിവിധ ആരോഗ്യ പ്രവർത്തന സംഘടനകളും ആവശ്യപ്പെട്ടു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട സമയത്ത് നിയമന നടപടികൾ വൈകുന്നത് ജനാരോഗ്യ മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്.